ഒരിക്കൽ ഒരു വലിയ രാജ്യം ഭരിച്ചിരുന്ന ഒരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹം തന്റെ രാജ്യത്തെ ജനങ്ങളുടെ അവസ്ഥ നേരിട്ട് മനസ്സിലാക്കാൻ കാൽനടയായി ഒരു ദീർഘയാത്ര നടത്തി. യാത്ര കഴിഞ്ഞ് കൊട്ടാരത്തിൽ തിരിച്ചെത്തിയപ്പോൾ രാജാവിന് തന്റെ കാലുകളിൽ വലിയ വേദന തോന്നി. വഴികളെല്ലാം കല്ലും മുള്ളും നിറഞ്ഞതാണെന്നും അത് ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണെന്നും അദ്ദേഹം മനസ്സിലാക്കി. രാജാവ് തന്റെ മന്ത്രിമാരെ വിളിച്ച് ഉത്തരവിട്ടു, നമ്മുടെ രാജ്യത്തെ എല്ലാ വഴികളും മൃഗങ്ങളുടെ തുകൽ കൊണ്ട് പൊതിയണം. ഇനി ഒരാളുടെയും കാൽപാദങ്ങൾ കല്ലുകളിൽ തട്ടി വേദനിക്കാൻ പാടില്ല. മന്ത്രിമാർ അമ്പരന്നുപോയി. ആയിരക്കണക്കിന് മൃഗങ്ങളെ കൊല്ലേണ്ടിവരുമെന്നും അതിനായി ഭീമമായ തുക ചിലവാകുമെന്നും അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ രാജാവിനെ എതിർക്കാൻ ആർക്കും ധൈര്യമില്ലായിരുന്നു. അപ്പോൾ കൊട്ടാരത്തിലെ ബുദ്ധിമാനായ ഒരു സേവകൻ രാജാവിന്റെ മുന്നിൽ വന്ന് വിനയത്തോടെ പറഞ്ഞു, പ്രഭു, അങ്ങേക്ക് ഒരു ചെറിയ നിർദ്ദേശം നൽകാൻ എന്നെ അനുവദിക്കണം. ലോകം മുഴുവൻ തുകൽ കൊണ്ട് മൂടുന്നതിനു പകരം അങ്ങയുടെ പാദങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ 2 ചെറിയ തുകൽ കഷ്ണങ്ങൾ കൊണ്ട് പാദരക്ഷകൾ ഉണ്ടാക്കിയാൽ പോരെ? രാജാവ് അത്ഭുതപ്പെട്ടു. താൻ ചിന്തിക്കാത്ത ലളിതമായ ഒരു വഴി ആ സേവകൻ പറഞ്ഞുതന്നു. രാജാവ് തന്റെ ഉത്തരവ് പിൻവലിക്കുകയും തനിക്കും തന്റെ ജനങ്ങൾക്കും പാദരക്ഷകൾ നിർമ്മിക്കാൻ ആജ്ഞാപിക്കുകയും ചെയ്തു. ലോകത്തെ മുഴുവൻ മാറ്റാൻ ശ്രമിക്കുന്നത് അസാധ്യമായ കാര്യമാണ്. നമുക്കു ചുറ്റുമുള്ള ലോകം മാറണമെന്നാഗ്രഹിക്കുന്നതിനു മുൻപ് നമ്മുടെ കാഴ്ചപ്പാടുകളിലും മനോഭാവത്തിലും മാറ്റം വരുത്താൻ ശ്രമിക്കുക. നാം മാറുന്നതോടെ ലോകം നമുക്കു മുന്നിൽ മാറിയതായി അനുഭവപ്പെടും. പുറത്തുള്ള മുള്ളുകളെ മാറ്റുന്നതിനേക്കാൾ എളുപ്പം നമ്മുടെ പാദങ്ങളിൽ ചെരുപ്പിടുന്നതാണ്.